الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാ അബൂബക്കർ അബ്ദുല്ലാഹിബ്നു ഉബൈദില്ലാഹ് എന്ന പേരുള്ള ഇബ്നു അബി മുലൈക എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ താബിഈ ഹിജ്റ 117 വഫാത്താകുന്നത്. അദ്ദേഹം പറയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു النفاق على نفسه ما منهم أحد يقول إنه على إيمان جبريل وميكائيل. അദ്ദേഹം പറയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ 30ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫു النفاق على نفسه, അവരെല്ലാവരും സ്വന്തത്തിന് നിഫാഖിന് കാപട്യത്തെ ഭയപ്പെടുന്നവരായിരുന്നു. സ്വന്തത്തിന് നിഫാഖിന് ഭയപ്പെടുന്ന ആളുകളായിരുന്നു. മാ മിൻഹും അഹദുൻ യഖൂൽ, അവരാരും പറയാറില്ല ഇന്നഹു അല ഈമാനി ജിബ്രീൽ വ മീകായിൽ, അവർക്ക് ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ഈമാനുണ്ട് എന്നവരാരും പറയാറില്ല. മറിച്ചവർ പേടിക്കുന്നവരായിരുന്നു നിഫാഖിന്, കാപട്യത്തെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സഹാബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ആളുകളാണ്, ഏറ്റവും ഉത്തമരായിട്ടുള്ള തലമുറയാണ് സഹാബത്തിൻ്റെ തലമുറ. അവരായിരുന്നു സ്വന്തത്തിന് നിഫാഖിനെ ഭയപ്പെട്ടിരുന്നത്. അപ്പോൾ വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു ഗുണമാണ് നിഫാഖിനെ, കാപട്യത്തെ സ്വന്തത്തിൻ്റെ മേൽ ഭയപ്പെടുക എന്നുള്ളത്. മുനാഫിഖ് കാപട്യത്തിൽ നിന്ന് നിർഭയനായിരിക്കും, എന്നാൽ വിശ്വാസി എനിക്ക് കാപട്യമുണ്ടോ നിഫാഖുണ്ടോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുതും വലുതുമായ നിഫാഖ്, നിഫാഖുൻ അക്ബർ, നിഫാഖുൻ അസ്ഗർ, ഏതാകട്ടെ അതിൻ്റെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളമുണ്ട്. ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതിനനുസരിച്ച് 50-ൽ കൂടുതൽ നിഫാഖിൻ്റെ അടയാളങ്ങൾ അവർ വിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന ആളുകളായിരുന്നു മഹാന്മാരായ സലഫുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളും ഏറെ ഭയപ്പെടേണ്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള നിഫാഖ്. നിഫാഖിൻ്റെ അടയാളങ്ങൾ, മുനാഫിഖിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതെൻ്റെ ജീവിതത്തിലുണ്ടോ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ നിഫാഖിൻ്റെ വല്ല അംശവുമുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. മുനാഫിഖിൻ്റെ അടയാളങ്ങളിൽ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്നിട്ടുള്ളത് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മെല്ലാവരെയും നിഫാഖിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുനാഫിഖുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു തആല നമ്മെല്ലാവരെയും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.